ട്രിവാൻഡ്രത്ത് നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മൾ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് തേരിക്കാടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാടുള്ള തേരിക്കാടിലാണ്. ഇതാണ് തേരിക്കാട്. റെഡ് സാൻഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തെയാണ് തമിഴ്നാട്ടിൽ തേരിക്കാട് എന്ന് പറയുന്നത്. നമ്മൾ കുറെ ട്രാവൽ ചെയ്ത് ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്തൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതും ഡ്രോൺ വെച്ചാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. സോ ഓവറോൾ തേരിക്കാടിന്റെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫേസ് മാത്രം കാണിക്കാതെ ക്യാമറ ഫ്ലിപ്പ് ചെയ്തും കൂടെ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടെന്ന് പറ. കണ്ടില്ലേ, ആരും ഇപ്പൊ ഈ ഒരു ലൊക്കേഷനില്ല. നമ്മൾ 3 പേരുമാണ് ഉള്ളത്. നിതിൻ ചേട്ടനുണ്ട്, പരമേശ് ചേട്ടനുണ്ട്, പിന്നെ ഞാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ള വീഡിയോസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരും. എയ്തർ 450 നമ്മൾ തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. 200 കിലോമീറ്റർ കേരളത്തിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ ഇവിടെ പരമേശ് ചേട്ടനുണ്ട്. പരമേശ് ചേട്ടാ, നമ്മൾ ഇവിടെ എത്തിയതിന്റെ കാരണം എന്താണ്? നാളെ നമുക്ക് സോണി ZV-E10 Mark II ഒരു ക്യാമറ റിവ്യൂ എടുക്കണം. അതെ. അപ്പൊ അതിനായിട്ട് KTM ആയിട്ട് ഒരു കൊളാബറേഷനിൽ നമ്മളിവിടെ തെരിക്കാട് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തേക്കുവാണ്. തെരിക്കാട് റെഡ് സാൻഡ് അല്ലേ? യെസ്. അങ്ങനെ നമ്മൾ തെരിക്കാട് റെഡ് സാൻഡിലേക്കാണ് നമ്മുടെ എയ്തർ 450 പോകുന്നത്. നമ്മളിപ്പോൾ ആ പോകുന്ന വഴിയുടെ ഇടയിൽ ഒരു ഗ്രിഡ് കിട്ടിയായിരുന്നു. എയ്തറിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഗ്രിഡായ എയ്തർ ഗ്രിഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എയ്തർ ഗ്രിഡിലാണ് നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ 80% ആയിരിക്കുകയാണ്. നമ്മൾ കുത്തിയിട്ടിട്ട് ഏകദേശം ഒരു കുറച്ചു നേരമായി, ഒരു 10-20 മിനിറ്റ് ആവൂല്ലേ? അതെ, നമ്മളൊരു കുറച്ചു നേരം മുമ്പ് ചാർജ് ചെയ്തായിരുന്നു. ചാർജ് ചെയ്ത് 10-ന്ന് 80 ആക്കിയായിരുന്നു ആഗ്രഹോയിൽ നിന്ന്. ഇതിപ്പം അടുത്തൊരു ലൊക്കേഷനിൽ ഇവിടെ നമുക്ക് തെരിക്കാട് 30 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേ അടിക്കാൻ പോവാം. സ്റ്റേ ഒന്ന് നോക്കണം. നമ്മുടെ ഇവിടെ ഞാനും പരമേശ് ചേട്ടനും മാത്രമല്ല, നിതിൻ ചേട്ടനുണ്ട്. വണ്ടി മലയാളത്തിലെ നിതിൻ ചേട്ടൻ. വണ്ടി മലയാളം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ എന്റെ ചാനൽ കാണുന്നവർക്ക് അത് അറിയാൻ സാധിക്കും അല്ലേ, ഓട്ടോമൊബൈൽ ആയതുകൊണ്ട്. യെസ്. സോ നിതിൻ ചേട്ടനും നമ്മളിവിടെ കാണുന്നതായിരിക്കും. നിതിൻ ചേട്ടൻ ഇപ്പം കുറച്ച് അവിടെ ഹോട്ടൽസ് ഒക്കെ ഒന്ന് നോക്കാൻ പോയിരിക്കണേ. നിതിൻ ചേട്ടൻ ഇപ്പം വരും. സോ നിതിൻ ചേട്ടൻ വന്നതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പ്ലാനിങ്സ് നടക്കുന്നത്. നിതിൻ KTM Adventure 390X ലാണ്. അതെ, ആ വണ്ടിയാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ആ വണ്ടി ആയിരിക്കും റിവ്യൂ ചെയ്ത് കാണിക്കുക. റിവ്യൂ മീൻസ് ചില ഷോർട്സ് ഒക്കെ നമ്മുടെ പരമേശ് ചേട്ടൻ സോണി ZV-E10 Mark II എടുക്കുന്നതായിരിക്കും. അതെന്തായാലും ചേട്ടൻ്റെ ചാനലിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഞാൻ ലിങ്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആരൽവായ് മൊഴിയാണ് വന്നിരിക്കുന്നത്. സോ അവിടെ കുറച്ച് വിഷ്വൽസ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഏരിയയാണ്. ഞാനപ്പോൾ ആ ഒരു സൈഡ് ബേസിലുള്ള റോഡെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ആ സൈഡിലുള്ള വ്യൂസ് ഒക്കെ? ആരൽവായ് മൊഴി ഒരു രക്ഷയില്ല സ്ഥലമാണ്. എന്റെ ഫേവറേറ്റ് സ്ഥലത്തിൽ ഒന്നാണ് ആരൽവായ് മൊഴി. ഞാൻ എപ്പോഴും ക്യാമറ റിവ്യൂവിന് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആരൽവായ് മൊഴി. ഭയങ്കര ബ്യൂട്ടിഫുൾ. യെസ്. അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു ലോഡ്ജിൽ എത്തിയിരിക്കുകയാണ്. എന്റെ ബാക്കിലാണ് ലോഡ്ജ് ഉള്ളത്. ഇതൊരു ഗ്രീൻ പാർക്ക് എന്നുള്ള ഒരു ലോഡ്ജിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറിയത്തില്ല. അത് അവിടെ ബസ് സ്റ്റാൻഡ് ആണ്. അത് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല. നമ്മളെ വണ്ടി ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ബാക്കിയുള്ള തീരുമാനിക്കുന്നത്. പരമേശ്വരൻ എന്തായാലും ഈ ഒരു ലോഡ്ജ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് നോക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു റൂം നോക്കി. എന്തായാലും ഇവിടെ വന്നു. ശ്രീ വെങ്കടേശ്വര എന്നാണ് ഈ ഒരു ലോഡ്ജിന്റെ പേര്. ഇവിടെ വന്നു നമ്മൾ റേറ്റിംഗ് നോക്കിയിരുന്നു. റേറ്റിംഗ് നോക്കിയപ്പോഴത്തേക്കും അത്രയും എന്താ പറയുക, ആ കൊടുക്കുന്ന പൈസക്കുള്ള ക്വാളിറ്റി ഇല്ല. 2000 രൂപയെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ 2000 രൂപയ്ക്കുള്ള ക്വാളിറ്റി ഇല്ല. റേറ്റിംഗ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു 700 രൂപയ്ക്കുള്ള ക്വാളിറ്റി ഒക്കെ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് സ്ഥലം നോക്കാൻ പോവുകയാണ് അല്ലേ ചേട്ടാ? അതെ അതെ, 2000 രൂപയ്ക്കുള്ളത് ഒന്നുമില്ല എന്നാണ് റേറ്റിംഗിൽ കാണുന്നത്. നോക്കാം വേറെ റൂം. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലും പിന്നെ ഇവിടുത്തെ പരിമിതികളും കാരണം നമുക്ക് വേറെ ഒരു ലോഡ്ജും കിട്ടിയില്ല നമ്മുടെ ഒരു എമൗണ്ടിന് സ്യൂട്ട് ആവുന്ന. പിന്നെ അതേ ലാസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ലോഡ്ജ് നമുക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവിടുത്തെ വിശേഷം കാണാം. എങ്ങനെയുണ്ട് രാംനാഥ് ലോഡ്ജ് എക്സ്പീരിയൻസ്? ഞാൻ പിന്നെ ശരിയാവൂല, എന്നെ ചീത്ത വിളിക്കുമായിരിക്കും മനസ്സിൽ. അതെ അതെ, AC ഒക്കെ ഉണ്ട്. ഹാപ്പി രാംനാഥ്? ഇംബാലൻസ് കാണിക്കുന്ന ഷോട്ട് നിൽക്കുന്ന സമയത്ത് പരമേശ്വരൻ അവിടെ ഷോർട്സ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്താണ് പരമേശ്വരൻ ഇങ്ങനെയൊക്കെ? ചേട്ടാ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്കിവിടെ എന്നുവെച്ചാൽ കുറച്ച് കൺജസ്റ്റഡ് ഏരിയയാണ്. സോ ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ
ഇവിടെ സ്റ്റേ എടുത്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ. യെസ്. ഇതൊക്കെ അല്ലേ ഒരു വൈബ്. അപ്പൊ നമ്മൾ രാവിലെ 5 മണിക്ക് ഏർലി മോർണിംഗിന് എണീറ്റ് ഇവിടെ ഒരു കുറച്ച് ഷോർട്സ് എടുക്കണം അല്ലേ പരമേശ്വര? നമ്മള് തെരിക്കാട് നമുക്ക് സൺറൈസ് ടൈമിൽ എത്തണം, അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇത് ഏത് സ്ഥലമാണ് പരമേശ്വര? ഇത് ഏത് സ്ഥലമാണ്? എനിക്ക് അറിയില്ല. ശരി, നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഇവിടെ റൂം എടുക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ ബൈ ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ഏരിയ ഏതാണെന്നൊന്നും നമ്മൾ നോക്കിയില്ല. എന്തായാലും ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തായാലും നിജിൻ ചേട്ടനും പരമേശ്വരനും ഫ്രണ്ടിലൂടെ പോവുകയാണ്. യെസ്, ഇതാണ് നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അതിൻ്റെ അകത്താണ് കയറാൻ പോകുന്നത്. നല്ല തിരക്കാണ്. ടോക്കൺ അടിക്കേണ്ടി വരുമോ ചേട്ടാ? ടോക്കൺ അതെന്തല്ലേ? ഇവിടെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഞാൻ പോയി കൈവിട്ട്. യെസ്, നമ്മളെ അരമണിക്കൂറും കൂടെ കട ഓപ്പൺ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് ഒരിടത്ത് പോയിരുന്നപ്പോ അവിടുന്ന് ഇടിച്ച് ബറ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ കടയിൽ ഇറങ്ങി. ഓം സരസ്വതി ഭവൻ വെജിറ്റേറിയൻ. ചിലപ്പോ അവരുടെ സാഹചര്യമായിരിക്കാം, സാഹചര്യം കൊണ്ടായിരിക്കും അവരെങ്ങനെ പറഞ്ഞത്. കുഴപ്പമില്ല, നമ്മൾ വേറെ അത് നോക്കി പോവുകയാണ്. ഓക്കെ, നമ്മൾ ഫൈനലി വേറൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരും കേട്ടോ, ഞാൻ നോക്കിയാണ്. ഞാൻ ഇത് ഒരു ബ്ലോഗിങ് ക്യാമറ ആയിട്ട് പ്രിഫർ ചെയ്യത്തില്ല. കാരണം കണ്ട ആൾക്കാർ മൊത്തം നോക്കുകയാണ്. എന്നെ പോയി ഇൻട്രോവേർട്ടിന് ഒരിക്കലും ഇങ്ങനൊരു ക്യാമറ പിടിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രോവേർട്സിന് ആർക്കും ക്യാമറ പിടിച്ച് നോക്കാൻ പറ്റത്തില്ല. ക്യാമറ നല്ലൊരു ക്യാമറ പറ്റില്ല. ഇത് അതും പൊക്കി പിടിക്കണ്ടേ? ഇത് പൊക്കി പിടിച്ച ആദ്യം നമ്മളെ ഒരു ഇത് പൊക്കി പിടിക്കുമ്പോൾ ഒരു 100 പേര് നമ്മൾ നോട്ടീസ് ചെയ്യണം. ഇത് പൊക്കി പിടിക്കുമ്പോൾ ഒരു 10 പേര് നമ്മൾ നോട്ടീസ് ചെയ്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പാക്ട് ക്യാമറയാണ്. നമുക്ക് എവിടെ വേണോ കൊണ്ട് നടക്കാം. അല്ലേ ചേട്ടാ? അല്ല, ഇതിന്റെ ഒരു ക്വാളിറ്റി നല്ല ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ സെൽഫി E10 Mark II ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ഇത് Insta360 ആക്ഷൻ ക്യാമറ ചൂസ് ചെയ്യാം. പക്ഷെ ആക്ഷൻ ക്യാമറ പലയിടത്തും ഫ്ലിപ്കാർട്ട് ഹോം ചെയ്യും. പക്ഷെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ അറ്റ് ലാസ്റ്റ് ആസിഫിയിൽ വന്നിരിക്കുകയാണ്. വേറെ എല്ലാം നോക്കിയിട്ട് റാൻഡംലി നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് നേരത്തെ പറഞ്ഞല്ലോ അത് തന്നെയാണ് അവസ്ഥ. ചേട്ടാ എന്താണ് ഓർഡർ ചെയ്തത്? ഒരു ഫുൾ ബാർബിക്യൂ, പിന്നെ 6 പൊറോട്ട. ഒരു ഫുൾ ബാർബിക്യൂ 6 പൊറോട്ടയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറ ഇതാണ് നിജിൻ ചേട്ടൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. നിജിൻ ചേട്ടൻ എങ്ങനെയുണ്ട്? അതിലെ ഓരോ ഓപ്ഷൻസും ഓരോ കാര്യം സെറ്റ് അല്ലേ? അതിപ്പോ യൂസ് ചെയ്ത മോഡ് ഏതാണ്? അല്ല, നേരത്തെ സിനി മോഡോ? സിനി വ്ലോഗ് മോഡാണ് നേരത്തെ യൂസ് ചെയ്തത്. ആ വിഷ്വൽ നിങ്ങളിപ്പോ കണ്ടായിരുന്നു. കിട്ടില്ല സാധനം കേട്ടോ. ഞാൻ ക്യാമറ റിവ്യൂ അല്ല ചെയ്യുന്നത്. എനിക്ക് പക്ഷേ ഈ ഒരു ക്യാമറ എടുക്കണമെന്നുണ്ട്. സോണി ZV-E10 Mark II. മാർക്ക് 1 ഇറങ്ങിയപ്പോഴേ ഞാൻ നോട്ടിട്ട് വെച്ചിരുന്ന ഒരു ക്യാമറയാണ്. പിന്നെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലും കിടന്നൊരു ക്യാമറയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാമറയാണ്. കാരണം നല്ല കോമ്പാക്റ്റും പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ളൊരു ക്യാമറയാണ് ഈ ZV-E10. അതുപോലെ തന്നെ ഈ M2 ഇറങ്ങിയപ്പോഴത്തേക്കും ഇപ്പോഴത്തെ നിങ്ങൾ കണ്ട വിഷ്വൽസ് എല്ലാം അതിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വിഷ്വൽ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് എടുക്കുന്നത്. പറയാതിരിക്കാൻ പറ്റും. എല്ലാ സാധനം ക്യാമറ റിവ്യൂ അല്ല വേണ്ട, ഞാൻ പറയുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് മാത്രമേ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊന്ന് കഴിച്ചിട്ട് വരാം അല്ലേ പരമേശ്വരട്ടോ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഞാൻ കഴിച്ചില്ല, കഴിച്ചിട്ട് വരാം. ഓക്കെ ബൈ. സമയം രാവിലെ 5:47. നമ്മളിവിടെ കഴിച്ചേക്കാണ് തെരിക്കാടോട്ട് പോകാൻ വേണ്ടിയിട്ട്. പരമേശ്വര യെസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മള് വണ്ടിയില് ചാർജ് അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. എത്ര പെർസെന്റേജ് കാണും പരമേശ്വരട്ടോ? 76%. പോയിട്ട് വരാനുള്ള ചാർജ് ഉണ്ട് അവിടെ പക്ഷെ ചാർജർ നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചു തെരിക്കാട്. യെസ്, നമ്മൾ തെരിക്കാട് ഒരു ചാർജർ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആ ഒരു ചാർജറിൽ ഇവിടെ ചെന്നിട്ട് ചാർജ് ചെയ്യാനാണ് നമ്മുടെ ഒരു ഉദ്ദേശം. എന്തായാലും പോയി നോക്കാം. നിതിൻ ചേട്ടൻ റെഡി ആവുകയാണ്. ഈ ഏതർ ഈ കാട്ടുമുക്കുകളിലൊക്കെ കൊണ്ട് ഗ്രിഡ് പണിത് വെച്ചേക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ കാര്യം കേട്ടോ.
ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്താണ് മാപ്പിൽ നമ്മൾ തെരിക്കാട് തൊട്ടടുത്ത് അവിടുന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് റേഞ്ചിൽ ഒരു ഗ്രിഡ് ഉണ്ട് മാപ്പിൽ. അവിടെ ചെല്ലുമ്പോൾ കാണാതെ ഇവിടെ. സോ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ കാര്യമാണ് ഏതർ. നമുക്കിപ്പോൾ എവിടെ ചെന്നാലും നമ്മളൊരു പ്ലാനിങ് ഇല്ലാത്ത ഏരിയയിൽ ചെന്നാലും ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് എവിടെയൊക്കെയാണ് ഗ്രിഡ് പോയിന്റ്സ് ഉള്ളതെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ എന്ന് വെച്ചാൽ വണ്ടി യൂസ് ചെയ്യുന്ന ആൾ നമ്മുടെ കൂടെ വണ്ടി ഉണ്ടായിരിക്കണം. ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ടായിരിക്കും ഇത് ട്രാക്ക് ചെയ്ത് പറഞ്ഞു തരുന്നത്. വണ്ടിയുടെ ലൊക്കേഷനും ഫോണിൻ്റെ ലൊക്കേഷനും സെയിം ആയിരിക്കണം. ഒരേ ലൊക്കേഷനിലായിരിക്കണം രണ്ടും വരേണ്ടത്. സോ അങ്ങനെയായിരിക്കും നമുക്ക് നിയർ ബൈ ലൊക്കേഷൻ നമ്മൾ ഏതൊരു ഗ്രിഡ് പറഞ്ഞു തരുന്നത്. എന്തായാലും നമ്മളിവിടെ നിന്ന് പോട്ടെ, റെഡി ആയിട്ട് വരാം. ലിജിനെ, ഞങ്ങളൊക്കെ ഇറങ്ങട്ടെ? അല്ല, ഞങ്ങൾ ഇറങ്ങുന്നതല്ലേ നല്ലത്. കാരണം ഞങ്ങളവിടെ എത്തുന്നതിന് മുമ്പ് നീ എന്തായാലും എത്തും. ഇപ്പൊ ഇറങ്ങിയ ഞങ്ങളവിടെ എത്തുന്നതിന് മുമ്പ് നീ എന്തായാലും എത്തും. ഇറങ്ങട്ടെ? അപ്പം കൂട്ടിക്കോണേ. ഓക്കെ. ഇതാണ് നമ്മുടെ സോണി ZV-E10 M2 നിന്നുള്ളൊരു വ്യൂ. ഓക്കെ, ഇതാണ് ക്യാമറ. ഇറങ്ങിയല്ലേ? നമ്മൾ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കുന്ന സ്റ്റോപ്പിൽ നിർത്താം. അവിടെ നിജിനെ കളക്ട് ചെയ്യാം. നിജിനെ അടിച്ച് പൊത്തായിരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഏതൊരു കൊണ്ട് പിടിക്കാൻ പറ്റൂല. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നിതിൻ ചേട്ടൻ പുറകെ വരുന്നതായിരിക്കും. കാരണം നിതിൻ ചേട്ടൻ വരുന്നത് ബൈക്കിലാണ്. സോ നമ്മൾ ആദ്യമേ പോയാൽ നിതിൻ ചേട്ടൻ നമ്മുടെ ബാക്കിൽ നിന്ന് വന്ന് അവിടെ എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ. നമ്മൾ തെരിക്കാടോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വോയിസിന്റെ പ്രശ്നമാണെന്ന് അറിയാം. എന്നാലും പരമേശ്വരനാണ് രാവിലത്തെ റൈഡർ. അവിടെ മയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് സെന്ററിൽ അത് തന്നെ അത് തന്നെ. നമ്മളത് നല്ലൊരു കറക്റ്റ് കിടല ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ളും പാടമാണ്, നെൽപ്പാടമാണ്. പരമേശ്വരട്ടാ, രാവിലത്തെ മോർണിംഗ് ലൈഫ് എങ്ങനെയുണ്ട്? ഓ, തമിഴ്നാട് ആസ് യൂഷ്വൽ. ട്രിവാൻഡ്രത്ത് നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മൾ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് തേരിക്കാടാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ ZV-E10 Mark IIന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഏതറിൽ ടോട്ടൽ 200 കിലോമീറ്റർ ആവാറായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പരമേശ്വരട്ടാ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? പൊളിയാണ്. മൽഹോത്രയല്ല, തരുൺ മേത്ത. ബ്രോ മുത്താണ്. യെസ്, അങ്ങനെ നമ്മൾ ഇത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിലയബിലിറ്റി ആണ് നമ്മൾ മോസ്റ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടും അല്ലേ, നല്ല എക്സ്പീരിയൻസ് അല്ലേ? അത് മാത്രമല്ല, ഇതുപോലൊരു കുഗ്രാമത്തിലും 8 കിലോമീറ്റർ അപ്പുറം ചാർജർ ഉണ്ട്, ഒരു ഫാസ്റ്റ് ചാർജർ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പോവുക, ചാർജ് ചെയ്യുക, ട്രാവൽ, വീണ്ടും ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. എന്താ പറയാ, റിപ്പീറ്റ് പ്രോസസ് ആണ്. പക്ഷെ അത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. താങ്ക്സ് ടു ഏതർ എനർജി. ഇവിടൊന്നും ഒരിക്കലും ഈ ചാർജർ ഉണ്ടെന്ന് പ്രതീക്ഷിക്കൂല. നമ്മൾ നിന്ന് സ്റ്റേയുടെ അവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചു. എന്നാലും നമ്മൾ ആലോചിച്ചാൽ എങ്ങനെ ഇത് തിരിച്ചെത്തുമെന്ന്. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ ഇവിടുന്ന് 8 കിലോമീറ്റർ അപ്പുറം ചാർജർ ഉണ്ട്. അതെ. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിലെത്തി. നിതിൻ ചേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ ഇറങ്ങി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നിതിൻ ചേട്ടൻ വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ തെരിക്കാടി പോകാം. നിതിൻ ചേട്ടൻ വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന് ഈ ഇഡ്ഡലി സാമ്പാറും കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ പഴയ മോഡൽ സ്കൂളിൽ പോയി പഠിച്ചിരുന്ന സമയത്ത് അവിടെ നിന്ന് ഇഡ്ഡലിയും സാമ്പാർ രാവിലെ സ്കൂളിൽ നിന്ന് കിട്ടുമായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഇവിടെ വന്ന് ഇത് കഴിച്ചപ്പോൾ കിട്ടുന്നത്. അതൊരു നൊസ്റ്റാൾജിക് ഫീല്, എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. നമ്മൾ കുറേ കാലം, ഒരു 7 വർഷം ബാക്കിലോട്ട് പോയിട്ട് വന്ന പോലത്തൊരു ഫീലിംഗാണ് ഇപ്പോൾ കിട്ടുന്നത്. എന്തായാലും ഫുഡൊന്ന് കഴിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ പരമേശ്വരനും നിതിൻ ചേട്ടനും കൂടെ തെരിക്കാട് ആ മെയിൻ ആയിട്ടുള്ള റെഡ് സാൻഡിന്റെ സ്പോട്ടുകൾ നോക്കാൻ പോയിരിക്കണം. ഞാനിവിടെ പരമേശ്വരന്റെ വണ്ടിയായിട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ കറങ്ങി ചാർജ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഏകദേശം 38% വണ്ടിയിലുള്ളൂ. നമ്മൾ ഇതുവരെയും ഫാസ്റ്റ് ചാർജ് ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ചുമ്മാ വെറുതെ ഓടി ചാർജ് തീർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്
ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിർത്തിയപ്പോഴത്തേക്ക് ഒരു വ്യൂ കണ്ടു. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാട്ടില് തേരിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ റെഡ് സാൻഡ് ആണ്, ഇവിടെ ചുവന്ന മണ്ണെന്നാണ് പറയുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഏകദേശം കാണാൻ പറ്റും. ഇത് എവിടെയൊക്കെ കണ്ടില്ലേ. ഇപ്പൊ ഞാനിപ്പോ പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന സ്ഥലം അതേ ഒരു സ്പോട്ടിലാണ് നിർത്തിയിരിക്കുന്നത്, കണ്ടില്ലേ. അതുകൊണ്ട് അവിടെയൊക്കെ നല്ല രസമില്ല കാണാനായിട്ട്. ഫുള്ള് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പം വലിയൊരു എടുപ്പ് തോന്നത്തില്ല, പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നല്ല നമ്മളെ ചുടുകല്ലില്ലേ, ആ ചുടുകല്ലിന്റെ മണ്ണാണിത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നായിരിക്കും ഇനി പ്രൊഡക്ഷൻ ഉള്ളതെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്ത് തരാം കേട്ടോ. അങ്ങനെ നിതിൻ ചേട്ടനും പരമേശ് ചേട്ടനും അവിടെ ഒരു സ്ഥലത്ത് നോക്കാൻ പോയിരിക്കുകയാണ്, നമ്മളെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. നമ്മളത് ഇവിടെ ഏതറിന്റെ ഗ്രിഡിൽ വണ്ടി കുത്തി നിർത്തിയിരിക്കുകയാണ്. കാരണം നമുക്ക് കിട്ടുന്ന സമയം ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുൾ ആണല്ലോ. സോ വണ്ടി ചാർജ് ചെയ്ത് ഫുള്ളാവാറായി. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകും, നേരെ അങ്ങോട്ട് വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലൊക്കേഷൻ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാണാം. ഇതാണ് തേരിക്കാട്. റെഡ് സാൻഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തെയാണ് തമിഴ്നാട്ടിൽ തേരിക്കാട് എന്ന് പറയുന്നത്. അങ്ങനെ ദേ അറ്റ് ലാസ്റ്റ് ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. സോ ഓവറോൾ ദേ തേരിക്കാടിന്റെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ദേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫേസ് മാത്രം കാണിക്കാതെ ക്യാമറ ഫ്ലിപ്പ് ചെയ്തും കൂടെ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടെന്ന് പറ. കണ്ടില്ലേ, ആരും ഇപ്പൊ ഈ ഒരു ലൊക്കേഷനിലില്ല. നമ്മൾ ദേ 3 പേരുമാണ് ഉള്ളത്. നിതിൻ ചേട്ടൻ ഉണ്ട്, പരമേശ് ചേട്ടൻ ഉണ്ട്, പിന്നെ ഞാൻ. എന്തായാലും മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. വിളക്കളവ, സൺസ്ക്രീൻ, ജാക്കറ്റ്, കവർ ചെയ്യാൻ ക്യാപ്പ്. പരമേശ് ചേട്ടനും നിതിൻ ചേട്ടനും കൂടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോണി ZV E10 ഉണ്ട്, Mark 2 ആണ്. അതുപോലെ തന്നെ നിക്കോൺ ZR. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന BTS എല്ലാം എടുക്കുന്നത്. നിതിൻ ചേട്ടനല്ല, ഞാനായിരിക്കും എടുക്കുന്നത്. നിതിൻ ചേട്ടൻ നമ്മുടെ KTM അഡ്വഞ്ചർ D90X ആയിരിക്കും റൈഡ് ചെയ്യുന്നത്. നമ്മളിത് അവിടെയാണ് ഇറക്കുന്നത് വണ്ടി, അല്ലേ ചേട്ടാ? യെസ്, നമ്മളിത് അവിടെയാണ് വണ്ടി ഇറക്കാൻ പോകുന്നത്. എന്തായാലും ഓവറോൾ സെറ്റാണ്. ഇനി എല്ലാം വർക്കിലേക്കാണ്. യെസ്, അങ്ങനെ നിതിൻ ചേട്ടൻ ക്യാമറ കൈമാറുകയാണ് BTS ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിക്കോൺ ZR. നിതിൻ ചേട്ടൻ നമ്മുടെ ഏതറിനെ ആ പൂഴിമണ്ണിൽ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. റിവേഴ്സിൽ പോകും ചേട്ടാ, റിവേഴ്സ് ഇട്ടിട്ട് പതിയെ. ഓ കണ്ട ട്രാക്ഷൻ, ഏതറിന്റെ ട്രാക്ഷൻ കൺട്രോൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കാണാം നമുക്ക്. കണ്ട അമ്മ സീന്. ഭയങ്കര കാറ്റാണ്. ഈ ഓഡിയോ തന്നെ റെക്കോർഡ് ആവുമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് നോയ്സ് ആണ് ഈ കാറ്റും എല്ലാം കാരണം. ഭയങ്കര ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതെനിക്കറിയാം. എന്നാലും നമ്മളിപ്പോൾ അവിടുത്തെ എല്ലാ വർക്കും കഴിഞ്ഞ് അവിടുത്തെ ഷോട്ട്സും എല്ലാം കഴിഞ്ഞ് എല്ലാം എടുത്തു കഴിഞ്ഞത് ഇപ്പോൾ ആരൽവായ് മൊഴിയിലാണ് എത്തിയിരിക്കുന്നത്. കൂടെ പരമേശ് ചേട്ടനും ഉണ്ട്, നിതിൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നല്ലൊരു ഈ ഒരു സ്പോട്ട് കിട്ടിയോണ്ടാണ് ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. അത്രയും നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അവിടെയൊക്കെ വിൻമില്ലൊക്കെ ഉണ്ട്. ഇവരിവിടെ ഫുൾ ഒരു ഈ വിൻമില്ല് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ എന്ത് പറയാൻ ഈ ഇലക്ട്രിസിറ്റി ജനറേഷൻ തമിഴ്നാട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ഇവിടെ മാത്രമല്ല, കുറേ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഈ പറയുന്ന വിൻമില്ലിന്റെ സഹായത്തോടെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ നമ്മുടെ നിതിൻ ചേട്ടനും വന്നിട്ടുണ്ട്. നിതിൻ ചേട്ടൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നിതിൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരും, ഭൂതം പോലെ. ചേട്ടാ, നിതിൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരും, പ്രേതത്തിലെ പോലെ. നമ്മൾ നടക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം മണ്ണും പൊടിയൊക്കെ വന്ന് ഫുള്ളായിട്ട് അടിച്ച് കയറും. പക്ഷേ നിങ്ങൾക്ക് ഈ ഇവിടുത്തെ ഈ ഒരു വ്യൂസ് കിട്ടില്ല. ആ പുറകിലല്ല റിയറിൽ വരുന്ന ആ ഒരു എൻ്റർ വ്യൂ ഉണ്ടായിരുന്നു. ഇത് മതി ഈ ഒരു ഏരിയയെ ഹൈ ആക്കാനായിട്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിൻഡ് റീജനറേഷൻ പ്ലാന്റും കൂടെയായ ആരൽവായ് മൊഴിയാണ്. നിങ്ങൾക്ക് ബാക്കിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിൻഡുകൾ കാണാൻ പറ്റും. ഇവിടെയും എല്ലായിടത്തും അവിടെയൊക്കെ ഫുള്ള് വിൻഡുമില്ലാണ്. എവിടെ നോക്കിയാലും വിൻഡുമില്ലാണ്. അപ്പോൾ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ഇവിടെ നിന്നാണ് റീജനറേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങൾ. ഞാനതൊരു ബിഹൈൻഡ് ദ സീൻസ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാനത് എന്റെ രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ എഫേർട്ട് എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടെ തന്നെ കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ മാത്രമല്ല വീഡിയോ ചെയ്യുന്നത്, ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ഇറക്കുന്നത്. ആ വീഡിയോയുടെ പിന്നിലെ എഫേർട്ടും എല്ലാം കൂടെ കണക്കിലെടുത്താണ് ഞാൻ എന്റെ രീതിയിൽ ഇങ്ങനത്തെ ഒരു BTS പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ലോങ് ആയി പോയെന്നറിയാം, എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ കാര്യങ്ങൾ. ഇനി തുടർന്നും ഇതേപോലത്തുള്ള വീഡിയോ ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ രാംനാഥ്, സൈനിങ് ഔട്ട്.